ആദരണീയരായ KPFA ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ വോയിസ് ഇടുന്നത്. നമ്മുടെ സജീവ പ്രവർത്തകനായ എടത്തനാട്ടുകരയിലുള്ള സമീർ കല്ലായി എന്ന സുഹൃത്തിൻ്റെ ഫാം ഏതാനും ദിവസം മുമ്പ് കത്തി നശിച്ച വിവരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. തൻ്റെ ഉപജീവന മാർഗം എന്ന നിലയിൽ നടത്തിപ്പോന്നിരുന്ന ഫാമിൻ്റെ നശിക്കൽ അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ നമ്മുടെ നേതൃത്വം സന്ദർഭോചിതമായി ഇടപെട്ട് അദ്ദേഹത്തിന് ഫാം പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ആ മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിലും ബന്ധപ്പെട്ട സമിതികളിലും ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസം സഹിച്ച് പണം സ്വരൂപിച്ചു. ആ പണം ഇന്ന് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട വള്ളിക്കുന്ന് MLA P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ നേതൃത്വത്തിൽ കൈമാറാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ഇതിൽ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും സംഘടനയുടെ എല്ലാ തരത്തിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ജയ് KPFA. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുൽ ഹമീദ് MLA. നമ്മുടെ കേരള പോൾട്രി ഫാം അസോസിയേഷൻ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഈ മേഖലയിൽ വളരെ ശക്തമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രവർത്തനം വഴി ഈ മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ലഘൂകരിക്കുവാനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ നമ്മുടെ ഈ അസോസിയേഷനിൽപ്പെട്ട ഒരു പ്രവർത്തകൻ്റെ ഫാം, സമീർ കല്ലായിയുടെ ഒരു ഫാം കത്തി നശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഉപജീവനം തന്നെ വഴിമുട്ടുന്നൊരു സന്ദർഭത്തിൽ ഈ അസോസിയേഷൻ അതിലിടപെടുകയും അദ്ദേഹത്തിന് വേണ്ടി ഒരു നല്ല സഹായധനം, ആ പോൾട്രി ഫാം തുടർ പ്രവർത്തനം പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള ഫണ്ടിലേക്ക് അവരുടെ വിഹിതം എന്നുള്ള നിലക്ക് ഒരു സഹായധനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. അത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിത്യവൃത്തി തന്നെ മുടങ്ങും എന്നൊരു സന്ദർഭത്തിലാണ് അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തകന്മാർ ഇതിൽ സജീവമായിട്ട് ഇടപെടുന്നത്. അതുവഴി അദ്ദേഹത്തിൻ്റെ ഫാം പഴയ തലത്തിലേക്ക് പ്രവർത്തനം കൊണ്ടുവരാനും നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അസോസിയേഷൻ്റെ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനം ഇനിയും തുടർന്നു പോകട്ടെ. ഈ മേഖലയിൽ കൃഷിക്കാരൻ പോൾട്രി ഫാം അസോസിയേഷൻ്റെ പ്രവർത്തകന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും അതുവഴി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാനും അസോസിയേഷൻ്റെ സംഘടിതമായ പ്രവർത്തനത്തിലൂടെ സാധിക്കും. എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. നന്ദി, നമസ്കാരം.